ഞാൻ അവതരിപ്പിക്കുന്ന കവിത ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എനിക്ക് ഗ്രേഡ് 1 സ്ഥാനം ലഭിച്ച കവിതയാണ്. കവിതയുടെ പേര് ക്ലിക്ക് ശബ്ദങ്ങൾ. ഗദ്യ കവിതയാണ്, അതുകൊണ്ട് ഇത് ചൊല്ലി അവതരിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെടായിരിക്കൊക്കെ വരാൻ കുട്ടികളാണ് ഇരിക്കുന്നത്, എനിക്കറിയാം. കവിതയിലേക്ക് കിടക്കുന്നു. ക്ലിക്ക് ശബ്ദങ്ങൾ. ആദ്യ കുത്തിൽ തെറിച്ചു വീണത് തലയോട് പിളർന്ന തല. ആകാശപൂത്തിരിയിൽ ശീതീകരിച്ച മുറികളിലെ കൽപ്പനകളാൽ തകർക്കപ്പെട്ട തല. അടുത്തതൊന്ന് നീക്കി നോക്കി, കണ്ടത് മരത്തിൽ കെട്ടിയിട്ടൊരു ഇന്ത്യൻ യുവാവിന്റെ വിലക്കപ്പെട്ട ശരീരം. നീളത്തിലും വീതിയിലും കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും നീട്ടിക്കുത്തി. കൊള്ളേണ്ടിടത്ത് കൊള്ളണം. നികത്താനാവാത്ത കുഴികളായി അവ ക്ലിക്ക് ശബ്ദത്തോടെ നിലവിളിച്ചു വന്നു വീണു. അറ്റമില്ലാത്ത വാനപ്പരപ്പിന്റെ അതിരുകൾ തേടി അവന്റെ വിരലുകൾ ഇഴഞ്ഞു. അവയ്ക്ക് തുമ്പിൽ നിലവിളികൾക്കപ്പുറം കരിഞ്ഞ പെണ്ണിന്റെ നിലച്ച ശരീരം. മറ്റൊരു താളിൽ കുത്തി. പച്ച, മഞ്ഞ, നീല, പല നിറങ്ങളിൽ മഴവില്ല്. നിറങ്ങളിൽ കാപട്യത്തിന്റെ കടുപ്പം, കാമത്തിന്റെ ചവർപ്പ്. വിരിച്ച വലകളിലൊന്നിൽ ചുവന്ന ഹൃദയം കൊടുത്ത് പകർത്തയച്ചു. സന്ദേശങ്ങൾ ഓരോന്നും കണ്ടു ചിരിച്ചു, നിശ്ചലയായി കരഞ്ഞു. അവസാന കുത്തിൽ ചോര വാർന്നു മരിച്ചു, അല്ല ഒന്നു. ഇതിനിടെ രാജ്ഘട്ടിന്റെ മടിയിൽ നിന്നൊരു വൃദ്ധൻ വടിയും കുത്തി എഴുന്നേറ്റു നടന്നു. നഗ്നപാദങ്ങളിൽ പൊള്ളലേറ്റു. മണിയൊച്ച മുഴങ്ങിയ ഇടങ്ങളിലെ മരണത്തിന്റെ മതം പൊട്ടൽ കണ്ട് ആ വൃദ്ധൻ വിറച്ചു. കീറച്ചേല കണ്ട് കരഞ്ഞു. തിരികെ വഴി നഷ്ടമായി വഴികളിലെ ഉപ്പു നനവർന്നു. വൈകാനദി പിന്നിലേക്ക് വലിഞ്ഞു. ഇനിയും ഒഴുക്കി നൽകാൻ ചേല തികയില്ല എന്നവൾ പറഞ്ഞു. തുണിയൊരുന്ന പുരുഷത്വത്തിന്റെ പുതിയ ചിത്രങ്ങളിൽ പുച്ഛം അവസാന സന്ദേശമായി പകർന്ന് ആ വൃദ്ധൻ വീണ്ടും ജീവിതത്തെ അണിയിച്ചു. നനവുള്ള രാജ്ഘട്ടെ വന്നു തുടർന്നു. ക്ലിക്ക് ശബ്ദങ്ങൾ തീരാകഥയായി നിലവിളികൾക്കൊപ്പം ആ വൃദ്ധന് അപ്പോഴും കേൾക്കാമായിരുന്നു. നന്ദി.